CPM-ന്റെ നിലപാട് മാറിയിട്ടുണ്ടോ? പോവട്ടെ, അന്ന് ജലീൽ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഞാൻ വിശദീകരിക്കല്ല ആ ഭാഗമൊന്നും, ഒക്കെ വേറെ പിന്നെ പറയേണ്ടതാണ്. ഒരു മുസ്ലിം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മകൻ മരിച്ചാൽ ആ മകന് സ്വത്തവകാശം കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് പണ്ഡിതന്മാരുടെ മുമ്പിൽ തർക്ക വിഷയമാണ്. ലോക ആഗോള വ്യാപക പണ്ഡിതന്മാർ മുഴുവനും പറയുന്നത്, ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ പിതാവിന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനായാൽ ആ കമ്മ്യൂണിസ്റ്റുകാരന് സ്വത്തിൽ അവകാശമില്ല, അവന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവന്റെ ഖബറിൽ മുസ്ലിമുകളുടെ പൊതുശ്മശാനത്തിൽ അവന്റെ മയ്യത്തെ മറവ് ചെയ്യാൻ പാടില്ല എന്ന് യൂസുഫ് അൽ ഖർളാവിയുടെ 4 ഫത്വ. യൂസുഫ് അൽ ഖർളാവിയുടെ 4 ഫത്വ യൂത്ത് ലീഗിന്റെ വേദിയിൽ മുഴുവനും പ്രസംഗിച്ച് നടക്കുന്ന പണിയായിരുന്നു അന്ന് കെട്ടി ജലീലിന്. ജലീൽ പ്രസംഗിച്ചതിന്റെ ഭാഗത്തൊന്നും കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അന്ന് ജലീലിനെ കല്ലെറിയണം. ആ ജലീലിനോട് ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചാൽ സ്വത്തിൽ അവകാശം ഉണ്ടോ അല്ലേ? അന്നത്തെ ഫത്വ ഇവിടെ പോയി. യൂസുഫ് അൽ ഖർളാവിന്റെ ഫത്വ മറ്റാരും ഞങ്ങളാരും ഉദ്ധരിച്ചിട്ടില്ല. യൂസുഫ് അൽ ഖർളാവിയുടെ ഫത്വ ഉദ്ധരിക്കുകയും മരിച്ചവരായ ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായ മക്കളുണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തവരാണെങ്കിൽ പോലും, ഇനി കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണെങ്കിൽ പോലും അവർ നിരീശ്വരവാദത്തിന് പിന്തുണക്കുന്നവരാതുകൊണ്ട് അവർക്ക് സ്വത്തിൽ അവകാശം കൊടുക്കാൻ പാടില്ല, അവർക്ക് സ്വത്തിൽ അവകാശം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് യൂസുഫ് അൽ ഖർളാവിയുടെ ഫത്വ IPH പ്രസിദ്ധീകരിച്ചത്. പോട്ടെ, ഞാൻ പറയാതിരിക്കുക. അപ്പൊ യൂസുഫ് അൽ ഖർളാവിയുടെ ഫത്വ അന്ന് ജലീൽ ഉദ്ധരിച്ചു. അന്ന് IPH ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചതാണ് യൂസുഫ് അൽ ഖർളാവിന്റെ ഫത്വ. ആ ഫത്വയുടെ ഭാഗമായി കൊണ്ട് തന്നെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നഖശിഖാന്തം എതിർത്ത സൽമാൻ റഷ്ദിയുടെ പുസ്തകത്തെ ഇന്ത്യ രാജ്യത്ത് വേണ്ട എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞപ്പോ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആ പുസ്തകം നിരോധിച്ചതിന് ഇന്ത്യയിൽ ആകമാനം സമരം നടത്തിയവരാണ് CPM. ഇനി ഏതാ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നത്തിന്റെ കൂടെ നിന്നത്? ഏതെങ്കിലും ഒരു വിഷയം പറ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമുദായത്തിന്റെ പൊതു പ്രശ്നത്തിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടോ? ആകെ കൂടി ചെയ്തത് എന്താ? നരേന്ദ്രമോദി ബീഫ് നിരോധിക്കുന്നു കണ്ടപ്പോ മലപ്പുറത്ത് കുറെ പോത്തിനെ പൊഴുങ്ങി തന്നു. ഇതല്ലാതെ എന്ത് മുസ്ലിം സമുദായം, ഷാജി ചോദിച്ച പോലെ മുസ്ലിം സമുദായത്തിന്റെ ദേശീയ മൃഗമാണ് പോത്ത്. ഞങ്ങൾക്കാരും ബീഫ് തരണ്ട, ബീഫ് കഴിക്കണോ കഴിക്കണ്ട ഞങ്ങൾ തീരുമാനിച്ചു. മുസ്ലിങ്ങൾക്ക് ബീഫ് കഴിക്കണോ യാതൊരു നിർബന്ധവുമില്ല. കുറെ ഒഴിവാക്കി ആ കൊളസ്ട്രോൾ കുറച്ചുകൂടി കുറഞ്ഞിട്ടും. അതുകൊണ്ട് ബീഫ് ഞങ്ങളുടെ വിഷയമൊന്നല്ല. മുസ്ലിം സമുദായത്തിന്റെ പൊതു ഇഷ്യൂസിന്റെ കൂടെ CPM ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഏത് സമുദായ സ്നേഹമാണ്? ക്രിയാത്മകമായ ഭരണഘടന തരുന്ന അവകാശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാളിതുവരെ നിലകൊണ്ട